അസ്സലാമു അലൈക്കും. സൽന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ അത്താഴത്തിന് വെച്ചതാണ്. അപ്പോൾ ഒരു 3:45 ആയിട്ടുണ്ട് സമയം. ആദ്യം തന്നെ ഇതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും പാലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ചായ ഒന്ന് ഉണ്ടാക്കുക. ആദ്യം തന്നെ നമുക്ക് ചായയാണല്ലോ വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ അത്താഴത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ 3 ആൾക്കും 3 വിധമാണ് കേട്ടോ. അപ്പോൾ ഉമ്മയും വാപ്പയും കുട്ടിയും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓൾക്ക് 3 ആൾക്കും 3 വീതമാട്ടോ വേണ്ടത്. അപ്പോൾ എനിക്ക് ചോറ് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് അപ്പം അല്ലെങ്കിൽ ദോശ, കടികൾ ഐറ്റംസേ ഒരാൾ കഴിക്കുള്ളൂ. പിന്നെ ഒരാൾക്ക് പഴം, മുട്ട, ചായ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഒരു 3-4 അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ചിക്കൻ കറി ഉണ്ട് അപ്പത്തേക്ക്. അപ്പോൾ അവന് ചിക്കൻ കറി കൊടുക്കുക. അപ്പോൾ അപ്പം ചിക്കൻ കറിയാണ്. പിന്നെ അപ്പോൾ ഞാനൊരു 3:30-3:45 നീച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെലച്ചൊക്കെ നീച്ചിട്ടുണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് നേരത്തെ നീച്ചും, അല്ലെങ്കിൽ നമുക്ക് ആയി കിട്ടൂലല്ലോ. അപ്പോൾ പിന്നെ അടുത്ത ആൾക്ക് പഴമാണ് കേട്ടോ. അപ്പോൾ പഴം ഞാൻ ചെയ്യുന്നറിയോ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ഒന്നങ്ങോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നാണ്ട് വാട്ടിയെടുക്കുക. എന്നാൽ നല്ലൊരു ടേസ്റ്റാണല്ലോ കഴിക്കാനൊക്കെ ആയിട്ടില്ലേ. അങ്ങനെ പഴമൊക്കെ മുറിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിക്ക് പഴം പുഴുങ്ങിയതും മുട്ടയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ മുട്ട കൊണ്ടുവന്നത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് വെറും പഴമാണ്. അപ്പോൾ പഴം ഇതുപോലെ അങ്ങോട്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റി കൊടുക്കുക. തേങ്ങ ഒന്നും ഇടണില്ല കേട്ടോ. ഈ സമയത്ത് തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു ഗ്യാസിൻ്റെ കസുറും നെഞ്ഞ് എരിച്ചിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. അപ്പോൾ തേങ്ങ ഒന്നും ഇടാതെ തന്നെ വെറുതെ ഒന്നങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ഒന്നങ്ങോട്ട് ചൂടാക്കി കൊടുക്കണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും നമുക്കിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കാൻ പറ്റില്ലല്ലോ അല്ലേ. പലിച്ച് അത്താഴത്തിന് നീച്ചിട്ട് വേണമല്ലോ അതൊക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ അതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചോറിനുള്ള കൂട്ടാൻ ചോറ് മാത്രമേ പറ്റുള്ളൂ. കടികളൊന്നും ഞാനിപ്പോൾ അത്താഴത്തിന് സമയത്ത് പറ്റൂല. അപ്പോൾ ഞാനിതാ ഒരു തക്കാളിയൊക്കെ എടുത്തിട്ട് നല്ലൊരു തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കും. അതാണ് എൻ്റെ ചോറിനുള്ള കൂട്ടാൻ. അധികം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചൂടോടെ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ രസം തന്നെയാണല്ലോ. ഉണ്ടാക്കി വെച്ചാൽ തക്കാളി കൂട്ടാനൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ ഒരു തക്കാളിയൊക്കെ മുറിച്ച് കുറച്ച് കടുവും കറിവേപ്പിലയൊക്കെ ഇട്ട് കണ്ട് ഒന്നങ്ങോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇടും. അത്രയൊക്കെ തന്നെ, അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കൽ. അല്ലാതെ ഒരു പ്രത്യേകിച്ചൊന്നും ഇതിൽ ചേർക്കലില്ല. അങ്ങനെ നമ്മളെ തക്കാളി കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കഞ്ഞിവെള്ളം, ഒരു കുറേ ചാറാക്കി മാത്രമല്ല അങ്ങനെയല്ല ഉണ്ടാക്കണത്. ചെറിയൊരു ചാറ് മാതിരിയാണ് ചോറ് കൊഴിച്ച് കഴിക്കാനുള്ള ഒരു അങ്ങനെ ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ നമ്മളെ ചോറിനുള്ള കറി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിക്കൊരു മീനോ ഒരു 2 കഷ്ണം ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ. അങ്ങനെ നമ്മൾ ചോറ് ഇവിടെ ആയിട്ടുണ്ട്, ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അപ്പം ഇവിടെ ആയിട്ടുണ്ട്, പഴം നെയ്യിൽ വാട്ടിയൊന്നും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 ആക്കും 3 വീതം ഇവിടെ ആയിട്ടുണ്ട്. ഞങ്ങൾ അത്താഴം കഴിക്കട്ടെ. അപ്പം ചിക്കൻ കറിയൊക്കെ തലേ ദിവസത്തെയാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ആ സമയത്ത് നീച്ച് കറികളൊന്നും ഉണ്ടാക്കലൊന്നും നടക്കൂലല്ലോ. അങ്ങനെ ഇത് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ നോമ്പ് തുറക്കുള്ള സംഭവങ്ങൾ ഒരുക്കാം കേട്ടോ. അപ്പോൾ നിസ്കാരം കുളി അസ്ർ നിസ്കരിച്ചിട്ടാണ് ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ആദ്യം തന്നെ ഇന്ന് ഗ്രീൻ പീസാണ് കറി. അപ്പോൾ ഗ്രീൻ പീസിനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ക്യാരറ്റും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ല. ക്യാരറ്റും ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഗ്രീൻ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്നാണ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
അങ്ങനെ പണ്ട് പച്ചമുളകും കീറിയിട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഒന്നാണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഗ്രീൻ പീസ് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിലങ്ങോട്ട് വന്നാൽ നല്ലോണം അങ്ങോട്ട് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളെ കറി ഇവിടെ കുക്കറിലായിട്ടുണ്ട്. ഇതാ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇതുണ്ടല്ലോ തരിക്കഞ്ഞി. അപ്പോൾ തരിക്കഞ്ഞി ഞാൻ നോമ്പായിട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് റവ ചൂടായതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് തന്നെ അല്ല. അപ്പോൾ തരിക്കഞ്ഞി കുടിക്കണം എന്നുള്ള ഒരു പൂതി, നല്ലൊരു പൂതി ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടേക്ക് നമ്മളാ ചെറിയുള്ളി ഉണ്ടല്ലോ അതാണ്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെ കുറച്ച് റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ. കുറച്ച് റവ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നങ്ങോട്ട് ചെറുതായിട്ടൊന്നാണ് വറുത്ത് കൊടുക്കുക. അപ്പോൾ അത് വറുക്കാത്ത റവയാണ്. അപ്പോൾ അതൊന്നങ്ങോട്ട് വറുത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ സേമീൻ ഒഴിക്കാൻ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. വറുത്ത സേമീനാണ്. അപ്പോൾ കുറേ സമയം ഇട്ടുകൊണ്ട് വറുക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഒന്നങ്ങോട്ട് വറുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആദ്യം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പാലും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാൽ ഒഴിച്ച് പിന്നെയാണ് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെയാണ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തത് പാൽ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്താ വെച്ചാൽ തരിക്കഞ്ഞി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയണ്ടാവില്ലല്ലേ. അപ്പോൾ ഒരു നുള്ളു ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്ക ഒന്ന് കുത്തിച്ചരച്ച് കണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് കറി ഇതാ നല്ലോണം ആയിട്ടുണ്ട്, കണ്ടിട്ട് നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ കടലൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാറിയോ കുറച്ച് മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ ഗ്രീൻ പീസ് കറി സെറ്റായി. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ദിവസമുള്ള ജോലികളില്ലേ. നമ്മളിങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കലൊന്നുമില്ല. നമ്മൾക്ക് അകത്തുള്ള കുക്കിങ്ങൊക്കെ തന്നെയല്ലേ നമ്മളെ വീഡിയോ. അപ്പോൾ പിന്നെ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർക്ക് ഒരു ക്യാരറ്റ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഏലക്കായും പിന്നെ ഒരു നാരങ്ങൻ്റെ പകുതി, വലിയൊരു നാരങ്ങയാണ്, അതിൻ്റെ പകുതി നീരും പാകത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. ആദ്യം ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചെടുത്ത് ഒന്നും കൂടി അങ്ങോട്ട് അടിച്ചെടുക്കാം. പിന്നെ അത് നമ്മൾ കസ്കസൊക്കെ ഇങ്ങനെ കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനൊന്നും ആയിട്ടില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചാൽ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടി കേട്ടോ. കസ്കസൊക്കെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ജ്യൂസെല്ലാം നാരങ്ങ വെള്ളം ഇക്കണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കളർ നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിയത്. അല്ലാതെ ഇപ്പോൾ നോമ്പ് തുറക്കാൻ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ നമ്മളെ നാരങ്ങ വെള്ളത്തിൻ്റെ കളറ് ഉണ്ടോ? നല്ല അടിപൊളി കളറല്ലേ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്താ ഇപ്പോൾ ഈ മുരിങ്ങ തോട്ടിയും പിടിച്ച് മുരിങ്ങമ്മേന്നല്ലേ. ഇതുമ്മ ഒരു മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ, അത് അറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് ഇതുകൊണ്ടുണ്ട് പേരച്ചക്കൊക്കെ ഒരു രാത്രിക്കൊക്കെ ഒരു കൂട്ടാൻ. എന്താ വെച്ചാൽ നോമ്പൊക്കെ തുറന്നിട്ട് എനിക്കൊരു ചോറ് ഇന്നലുണ്ട്. ഞാൻ കടിയൊന്നും അങ്ങനെ തിന്നൂലല്ലോ. അപ്പോൾ അതിനുള്ള ഒരു മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മതി, അത്യാവശ്യം വലിപ്പമുള്ള മുരിങ്ങക്കായ തന്നെയാണ്. അപ്പോൾ ഒരാൾക്കല്ലേ, അപ്പോൾ അതന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് വെറൈറ്റി ആയിട്ട് മുരിങ്ങക്കായ കൊണ്ടൊരു നല്ലൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവയും പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു സവാളൻ്റെ പകുതി അങ്ങോട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ലോണം വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണം വരും. നല്ല പെരിഞ്ചീരകവും ഉലുവയും ഒക്കെ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നല്ലൊരു മണം. പിന്നെ അതായിക്ക് കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുക്കണം. ഒത്തിരി മല്ലിപ്പൊടി ഇട്ടുക്കണം കേട്ടോ. ഒന്നങ്ങോട്ട് കയറ്റി കൊടുത്തിട്ട് ഒരു തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. ചിക്കൻ മസാല ചേർത്തിട്ടില്ല കേട്ടോ, ഞാൻ മറന്ന് പറഞ്ഞതാണ്. ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി വല്ലാതെ അങ്ങോട്ട് ഒടിയൊന്നും വേണ്ട. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇത്തിരി പുളി, കുറഞ്ഞ പുളി മതി. പുളി കൂടിപ്പോയാൽ നമ്മൾ ഈ കറി രസം ഉണ്ടാവില്ല. കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിയാക്കിയിട്ടാണ്, അല്ലാതെ നല്ല ലൂസ് കറിയൊന്നുമല്ല കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുരിങ്ങക്കായ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ മുരിങ്ങക്കായ് നല്ലോണം അങ്ങോട്ട് വേവട്ടെ. അല്ല അടിപൊളി കറിയാണ് കേട്ടോ അത്. ഉണ്ടോ മുരിങ്ങക്കായൊക്കെ നല്ലോണം തിളച്ചപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. അടിപൊളി മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറ് തിന്നാൽ. വേറെ ഇതിക്ക് വേറെ കൂട്ടാൻ വേണമെന്നൊന്നുമില്ല. നല്ല കറിയാണ്. അങ്ങനെ നമ്മൾ കറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഘട്ടം ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയാണ് ഇന്ന് ഉണ്ടാക്കണം. അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കാൻ എഴുതിയിട്ടാണ്. അങ്ങനെ നമ്മളെ ദോശയും ചുടലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.